ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2015 വാൾട്ട് ഡിസ്നി റിലീസ് ചെയ്ത സിൻഡ്രല്ല എന്ന മൂവിയാണ്. വരൂ നമുക്ക് കഥയിലേക്ക് പോകാം. വളരെ ശാന്തവും ഭംഗിയുള്ളതുമായ ഒരു കൊച്ചു ഗ്രാമം. അവിടെയുള്ള ദമ്പതിമാരുടെ കുഞ്ഞാണ് നമ്മുടെ ഹീറോയിൻ എല്ല. അവളുടെ കാഴ്ചപ്പാടിൽ ഈ ലോകം അത്ഭുതവും മായാജാലവും നിറഞ്ഞതാണ്. അവൾക്ക് കൊട്ടാരമോ കിരീടമോ ഇല്ല. എന്നാൽ കാട്ടിലുള്ള തന്റെ വീട്ടിലെ അവളെ രാജകുമാരി പോലെയാണ് അവർ നോക്കിക്കൊണ്ടുവരുന്നത്. എല്ലാ അവിടുത്തെ ജോലിക്കാരോടും ജീവികളോടെല്ലാം നല്ല സൗഹൃദത്തോടെയും സ്നേഹത്തോടെയുമാണ് പെരുമാറുന്നത്. അവിടെയുള്ള എല്ലാ ജീവികൾക്കും ഓരോ ഓമന പേര് വെച്ചാണ് അവൾ വിളിക്കുന്നത്. അങ്ങനെ അവൾ അവിടെയുള്ള 2 എലികളെ എടുത്തു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന അമ്മ പറയുന്നു, നമ്മൾ മൃഗങ്ങളോട് സംസാരിച്ചാൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. തിരിച്ച് അവയും നമ്മളോട് സംസാരിക്കും. നമ്മൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് അവയെ സുരക്ഷിതമായി വളർത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ ചോദിക്കുന്നു, നമ്മളെ ആരാ നോക്കുക? അപ്പോൾ അമ്മ പറയുന്നു, ഫെയറി ഗോഡ് മദർ. ഇത് പറഞ്ഞാൽ മാലാഖ. എല്ലയുടെ അച്ഛൻ ഒരു വ്യാപാരി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുമായിരുന്നു. അങ്ങനെ ഒരു വ്യാപാരത്തിന് പോയി. അദ്ദേഹം ഇന്നാണ് തിരിച്ചു വരുന്നത്. കുറെ നാളിന് ശേഷം തന്റെ അച്ഛനെ കണ്ടതിന് അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. അവളുടെ അച്ഛൻ അവൾക്ക് വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനം അവൾക്ക് കൊടുത്ത ശേഷം അവർ രണ്ടുപേരും സന്തോഷത്തോടെ നൃത്തം ചെയ്ത് അകത്തേക്ക് പോകുന്നു. ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ആ കുടുംബം ജീവിക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ ആകുന്നു. അവളുടെ അച്ഛനും നല്ല വിഷമത്തിലുമാണ്. എല്ലാം നോക്കുമ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അമ്മ അവളോട്, എനിക്ക് നിന്റെ കൂടെ കുറെ നാളുകൾ ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാരണവശാലും നിന്റെ ധൈര്യവും നിന്റെ യഥാർത്ഥ ഗുണവും മറ്റുള്ളവരോട് കാണിക്കുന്ന ഈ സ്നേഹവും ആർക്കും വേണ്ടി മാറ്റില്ല എന്ന് എനിക്ക് സത്യം ചെയ്തു തരൂ. അങ്ങനെ നമ്മുടെ എല്ലാ അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുക്കുന്നു. അമ്മയെ നിന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അവളുടെ അമ്മ മരിച്ചു പോകുന്നു. അവളും അവളുടെ അച്ഛനും അവളുടെ അമ്മയുടെ ഓർമ്മയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. അവൾ സുന്ദരിയായ യുവതിയായി. അവളുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കച്ചവടത്തിനായി പുറത്തു പോകേണ്ടി വന്നു. അവളെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വളരെ സന്തോഷമാകുന്നു. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. അച്ഛൻ മറ്റൊരു കല്യാണം കഴിക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നു, അവരെയും അവരുടെ 2 പെൺമക്കളെയും തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് സീനിൽ അച്ഛൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. ആ ദിവസം തന്നെ അവരുടെ മകൾ എല്ലയെ കളിയാക്കുന്നു. ഇതാണ് എല്ലയുടെ രണ്ടാനമ്മ. പുറത്ത് ചിരിക്കുകയും ഉള്ളിൽ ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ഒരു ദുഷ്ട സ്ത്രീ, നമ്മുടെ കഥയിലെ വില്ലൻ. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ കച്ചവട ആവശ്യത്തിനായി എല്ലയുടെ അച്ഛൻ പുറത്തു പോകേണ്ടി വന്നു. പോവാൻ ഇറങ്ങിയപ്പോൾ അവളുടെ അച്ഛൻ, ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ തോളിൽ ആദ്യം ഒരുസുന്ന മരത്തിന്റെ ശാഖ പറിച്ചു വെച്ച് എന്റെ ഓർമ്മ വരുമ്പോൾ അതിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ അച്ഛൻ കച്ചവടത്തിനായി പോയി. രണ്ടാനമ്മ അവളെ വിളിച്ച് സമാധാനിക്കുന്ന പോലെ സംസാരിച്ചു. ഇനി മുതൽ എന്നെ രണ്ടാനമ്മ എന്ന് വിളിക്കണ്ട, മേഡം എന്ന് വിളിച്ചാൽ മതി. ഇവർ എല്ലയ്ക്കെതിരെ എത്ര ക്രൂരമായ പ്ലാൻ ചെയ്താലും അത് നശിപ്പിക്കുന്ന അവരുടെ വിട്ടികളായ 2 മക്കൾ തന്നെ. അവർ രണ്ടുപേരും അവരുടെ മുറി വലുതല്ല എന്ന് പറഞ്ഞ് വഴക്കിടുന്നു. ഇത് കേൾക്കുന്ന രണ്ടാനമ്മ, ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറി എല്ലയുടേതാണ്, അതുകൊണ്ട് അവളുടെ സാധനങ്ങൾ എല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടു പറഞ്ഞു, ഇനി മുതൽ നീ ഷോറൂമിൽ പോയി താമസിച്ചാൽ മതിയെന്ന്. അവൾക്ക് ആദ്യം ബുദ്ധിമുട്ടായെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട എലിക്കുഞ്ഞുങ്ങളെ അവിടെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമാകുന്നേയുള്ളൂ. അവിടെയുള്ള ജീവികൾക്കെല്ലാം ഭക്ഷണം കൊടുത്തും ജോലിക്കാരോട് സംസാരിച്ചും അങ്ങനെ അവളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നു. രണ്ടാനമ്മയുടെ 2 മക്കളും വൈകി ഉണർന്ന് എഴുന്നേൽക്കുകയുള്ളൂ. പിന്നീട് അവരിൽ ഒരാൾ പാട്ടുപാടുന്ന പോലെ കാണിച്ചു, മറ്റൊരാൾ ചിത്രം വരയ്ക്കുന്ന പോലെ എന്ന മട്ടിൽ അവളുടെ അമ്മയെ തന്നെ വളരെ മോശമായി തന്നെ വരയ്ക്കുന്നു. വിഡ്ഢികളാണെന്ന് മാത്രമല്ല അവർ നല്ല മടിയുള്ളവർ കൂടിയാണ്. എല്ലയുടെ അച്ഛൻ എത്ര ദൂരം പോയാലും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കത്തയക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി അവൾക്ക് കത്ത് ലഭിച്ചിരുന്നില്ല. അപ്പോഴാണ് ഒരാൾ അവളുടെ വീട്ടിലേക്ക് വന്നത്. കച്ചവടത്തിന് പോയ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് വയ്യാതാവുകയും മരിക്കുകയും ചെയ്തെന്ന് പറയുന്നു. എല്ലാ ചോദിച്ച ആ മരക്കൊമ്പ് കൊടുത്തിട്ട് അയാൾ തിരിച്ചുപോയി. എല്ലാ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ മരിച്ച് കുറച്ച് നാൾക്ക് ശേഷം പണമില്ലാത്തതുകൊണ്ട് അവളുടെ ജോലിക്കാരെയെല്ലാം രണ്ടാനമ്മ പിരിച്ചുവിട്ടു. അങ്ങനെ അവിടുത്തെ മുഴുവൻ ജോലിയെയും എല്ലയെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അവളുടെ രണ്ടാനമ്മ അവൾക്ക് ആ വീട്ടിലെ ജോലിയെല്ലാം തനിച്ച് ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നതിന് സമയമുണ്ടായിരുന്നില്ല. അവൾക്ക് ലഭിക്കുന്ന കുറച്ച് ഭക്ഷണത്തെ പോലും അവളുടെ വളർത്തു ജീവികൾക്ക് കൊടുക്കുമായിരുന്നു. അവയെ അവൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. അവിടെ നല്ല തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് അവൾ ചിമ്മിനിയുടെ താഴെ തന്നെ കിടന്നിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും അവളുടെ മുഖത്ത് ഫുള്ളും കരിയായി. അവൾ അധിക നേരം ഉറങ്ങിയതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നേരം വൈകിയിരുന്നു. അവൾ ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അവളുടെ സഹോദരിമാർ അവളുടെ മുഖത്തെ കരി കണ്ട് അവളെ കളിയാക്കുന്നു. നന്നായി കരിയാത്ത ചാമ്പലായി കിടക്കുന്ന വസ്തുക്കളെ ഇംഗ്ലീഷിൽ സിൻഡർ എന്നാണ് പറയുന്നത്. അവളുടെ മുഖത്തിലെ കരി കണ്ട് അവളുടെ സഹോദരിമാർ ഡേർട്ടിയല്ല എന്ന് വിളിക്കുന്നു. പിന്നീട് അവർ ചിരിച്ചിട്ട് സെൻട്രല്ല എന്ന് വിളിച്ച് കളിയാക്കുന്നു. അപ്പോൾ രണ്ടാനമ്മ, ഇനി മുതൽ നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്, നീ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് എല്ല അവിടെ നിന്ന് സങ്കടത്തോടെ പോകും. തന്റെ അച്ഛനമ്മയെ ആലോചിച്ചു പോകുന്നു. അപ്പോൾ തന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്ത് അവൾ വിഷമിക്കുന്നു. അങ്ങനെ അവൾ ഈ വിഷമം മറികടക്കാൻ വേണ്ടി അവളുടെ കുതിരപ്പുറത്ത് കയറി പുറത്തേക്ക് പോകുന്നു. അവൾ കാട്ടിലേക്ക് അടുത്തപ്പോൾ ആ രാജ്യത്തെ രാജകുമാരനും പടയാളും ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുതിരകളെ കണ്ടപ്പോൾ അവളുടെ കുതിര നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പാഞ്ഞു പോകുന്നു. ഇത് കണ്ട രാജകുമാരൻ അവളുടെ കുതിരയെ പിന്തുടർന്നു പോയി. കുതിരയെ പിടിച്ചു നിർത്തുന്നു. നമ്മുടെ ഹീറോയിൻ രാജകുമാരനോട് നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ രക്ഷിച്ചുവെങ്കിലും നിങ്ങൾ മാനിനെ വേട്ടയാടുന്നത് തെറ്റല്ലേ എന്ന് അവൾ പറയുന്നു. വളരെ സ്നേഹത്തോടെ
സ്നേഹത്തോടെയുള്ള എല്ലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രാജകുമാരന് വളരെ അധികം ഇഷ്ടമാകുന്നു. വളരെ സ്നേഹത്തോടെയുള്ള എല്ലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രാജകുമാരന് അവളെ വളരെ വളരെ അധികം ഇഷ്ടമാകുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എന്റെ പേര് കിറ്റ്. ഞാനും എന്റെ അച്ഛനും കൂടി ഒരു കച്ചവടത്തിന് വേണ്ടി ഇവിടെ വന്നതാണെന്ന് പറയുന്നു. രാജകുമാരനാണെന്നുള്ള സത്യം അവൻ മറച്ചുവെക്കും. കാരണം സാധാരണക്കാരനെ പോലെ എല്ലയുടെ ഇടപഴകാൻ വേണ്ടിയായിരുന്നു അത്. എല്ല പറയുന്നു, നിങ്ങൾ ഈ മാനിനെ വേട്ടയാടരുത്. അവൻ ചിരിച്ചുകൊണ്ട് വേട്ടയാടില്ല എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ എല്ലയ്ക്ക് അവനോട് സ്നേഹം തോന്നുന്നു. തിരികെ കൊട്ടാരത്തിൽ എത്തിയ കിറ്റ് തന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇതിന്റെ അച്ഛൻ, നീ ആരെ വിവാഹം ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ അതൊരു രാജകുമാരി ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അടുത്തിരുന്ന മന്ത്രി പറഞ്ഞു, രാജകുമാര, നീ കേട്ടില്ലേ, നീ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഒരു രാജകുമാരി ആയിരിക്കണം എന്ന്. അങ്ങനെ ആ മന്ത്രി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു. അങ്ങനെ അവിടേക്ക് പടത്തലവൻ വരുന്നു. ഇയാൾ എപ്പോഴും രാജകുമാരന്റെ കൂടെ ഉണ്ടാകും. ഇയാൾ പടത്തലവൻ മാത്രമല്ല, രാജകുമാരന്റെ സുഹൃത്തും കൂടിയാണ്. എല്ലാ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ വരുന്നു. അവിടെ വെച്ച് അവളുടെ പഴയ ജോലിക്കാരിയെ കണ്ടുമുട്ടുന്നു. ആ സ്ത്രീ എല്ലയോട് ചോദിക്കുന്നു, നിന്റെ രണ്ടാനമ്മയും സഹോദരിമാരും നിന്നോട് മോശമായ എല്ലേ പെരുമാറുന്നത്, പിന്നെയും നീ എന്തിനാ അവിടെ താമസിക്കുന്നത്? നിനക്ക് അവിടെ നിന്ന് പോയിക്കൂടെ? അപ്പോൾ എല്ല പറയുന്നു, എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട വീടാണ്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എവിടേക്കും പോകില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ മാർക്കറ്റിൽ കൊട്ടാരത്തിൽ നിന്നും ആളുകൾ വന്നു ഒരു വിളംബരം നടത്തി. 2 ആഴ്ചക്കുള്ളിൽ കൊട്ടാരത്തിൽ ഒരു ഗംഭീര ആഘോഷം നടക്കാൻ പോകുന്നു. ആ ആഘോഷത്തിൽ മറ്റു രാജാക്കന്മാരും ആളുകളും പങ്കെടുക്കും. അവിടെ വെച്ച് നമ്മുടെ രാജാവ് രാജകുമാരന്റെ വധുവിനെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള വീട്ടുജോലിക്കാർ ഉൾപ്പെടെ എല്ലാവരും ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ രാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ട് നിൽക്കുന്ന എല്ല, അപ്പോൾ എനിക്ക് കിറ്റിനെ വീണ്ടും കാണാൻ സാധിക്കും, അവൻ അങ്ങോട്ട് വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ വളരെ സന്തോഷത്തിലാണ്. എല്ലയെ കണ്ടപ്പോൾ അവൾ ഒരു ജോലിക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇങ്ങനെ ഒരു വിളംബരം നടത്താൻ തീരുമാനിച്ചത്. രാജകുമാരൻ തന്റെ ആയുധാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തയെല്ലാം എല്ലയെ കുറിച്ചായിരുന്നു. ഇത് മനസ്സിലാക്കിയ പടത്തലവനോട്, ഈ പരിപാടിയിൽ എല്ലാ ജോലിക്കാരെയും അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, അവളെ കാണാനല്ലേ. അവർ വന്ന് നിങ്ങളുടെ അച്ഛനെ കണ്ടാൽ തീർച്ചയായും അച്ഛന്റെ മനസ്സ് മാറുമെന്ന് പറയുന്നു. എല്ലാ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്ന് തന്റെ രണ്ടാനമ്മയോടും സഹോദരിമാരോടും കാര്യങ്ങൾ പറയുന്നു. ഇത് കേട്ട രണ്ടാനമ്മ ഒരുപാട് സന്തോഷിക്കുന്നു. തന്റെ മക്കളിൽ ഒരാളെ രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആസൂത്രണം ചെയ്യുന്നു. പിന്നീട് എല്ലയോട് 3 നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഓർഡർ ചെയ്യാൻ ആവശ്യം. 3 വസ്ത്രങ്ങളോ? എല്ല ചോദിക്കുമ്പോൾ 2 എണ്ണം എന്റെ മക്കൾക്കും 1 എനിക്കും എന്ന് രണ്ടാനമ്മ പറയുന്നു. ഇത് കേട്ട എല്ല, എനിക്ക് കൂടി ഒരെണ്ണം ഓർഡർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഞാനും ഈ ആഘോഷത്തിന് വരുന്നുണ്ട്, ഞാൻ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനല്ല, എന്റെ ഒരു സുഹൃത്തിനെ കാണാനാണ് എന്ന് രണ്ടാനമ്മയോട് അപേക്ഷിക്കുന്നു. രണ്ടാനമ്മ എല്ലയോട്, നീ ഒന്നും വരാൻ പാടില്ല എന്ന് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. അങ്ങനെ ആ ആഘോഷത്തിന് പങ്കെടുക്കേണ്ട ദിവസം വന്നു കഴിഞ്ഞു. അവളുടെ സഹോദരിമാർ രാജകുമാരനെ എങ്ങനെ തന്റെ വഴിയിലാക്കാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ അവർ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ആ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ല തന്റെ അമ്മയുടെ ഉടുപ്പെടുത്ത് അണിഞ്ഞുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു ചെലവും വരുത്തി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഇത് എന്റെ അമ്മയുടെ വസ്ത്രമാണ്, എന്നെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ, ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാനാണ് വരുന്നത് എന്ന് അവരോട് അപേക്ഷിക്കുന്നു. ഈ വേഷത്തിൽ നീ ഞങ്ങളുടെ കൂടെ വരണ്ട, വന്നു കഴിഞ്ഞാൽ എനിക്കാണ് അപമാനം എന്ന് രണ്ടാനമ്മ പറയുന്നു. നീ അവിടേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവളുടെ വസ്ത്രത്തെ കീറിവെക്കുന്നു. അങ്ങനെ അവർ ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയി. അവർ പോയ ശേഷം അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ മുറ്റത്ത് ഓടി വന്ന് കരയാൻ തുടങ്ങി. അവൾ അമ്മയോട് പറയുന്ന പോലെ തന്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ പറയുന്നു. നിങ്ങളല്ലേ, എന്ത് കാരണം വന്നാലും ധൈര്യം കൈവിടരുത്, സ്നേഹം കൊടുത്താലും നമുക്ക് എന്തും തിരിച്ചു കിട്ടുമെന്ന്, പക്ഷേ എന്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ല, എനിക്കിപ്പോ ധൈര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു മുത്തശ്ശി വന്നു. എനിക്ക് നന്നായി വിശക്കുന്നു മോളെ, എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് എല്ലാ പാലെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ആ മുത്തശ്ശി, നീ എന്തിനാ കരയുന്നെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറയുന്നു. ഈ ലോകത്ത് എല്ലാം അങ്ങനെയാണ്, ഈ പാലും അതുപോലെ ഒന്നുമില്ലാത്തതാണ്, പക്ഷെ ഇത് കൊടുക്കുമ്പോൾ കാണിക്കുന്ന മനസ്സിന്റെ നന്മയാണ് അതിനെ നന്നായി മാറ്റുന്നത്. എല്ലാ ഇത് കേട്ടതും പുഞ്ചിരി. അപ്പോൾ മുത്തശ്ശി, നമുക്ക് ഈ ആഘോഷത്തിന് പോകണ്ടേ? ഇത് കേട്ട എല്ലാ ആശ്ചര്യത്തോടെ നിൽക്കുന്നു. അവൾ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? അപ്പോൾ ആ മുത്തശ്ശി പറയുന്നു, ഞാനാണ് നിന്റെ ഫെയറി ഗോഡ് മദർ. എല്ലാ പറയുന്നു, എന്നെ കളിപ്പിക്കല്ലേ. അപ്പോൾ ആ മുത്തശ്ശി, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവർ മാലാഖയുടെ രൂപത്തിലേക്ക് മാറുന്നു. എല്ലാ ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇതെല്ലാം സത്യമാണോ എന്ന് അവൾ ആ മാലാഖയെ നോക്കി ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ മാലാഖ പറയും, നമുക്ക് ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സമയമായി, ഇവിടെ മത്തങ്ങയുണ്ടോ എന്ന് മാലാഖ ചോദിക്കുന്നു. എല്ലാ തന്റെ മത്തങ്ങ തോട്ടം കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ മാലാഖ അതിൽ നിന്ന് വലിയൊരു മത്തങ്ങ എടുക്കുന്നു. ആ മത്തങ്ങ ഒരു സ്വർണ്ണ വണ്ടിയാക്കി മാറ്റി അവിടെയുള്ള എലികളെ കുതിരകളാക്കുന്നു. ശേഷം 2 ഓന്തുകളെ കാവൽക്കാരനാക്കുന്നു. അരയണത്തെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും ആക്കും. ഇതെല്ലാം കാണുന്ന എല്ലാ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും നോക്കി നിൽക്കുന്നു. എന്നിട്ട് അവൾ, നിങ്ങൾ ശരിക്കും എന്റെ ഫെയറി ഗോഡ് മദർ അല്ലാണ്? എല്ലാ പറയുന്നു, എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്റെ വസ്ത്രം അത് ശരിയാക്കേണ്ടേ? അപ്പോൾ മാലാഖ പറയുന്നു, എന്തിനു ശരിയാക്കണം, നമുക്ക് പുതിയ വസ്ത്രമാണ്. ഇത് കേട്ട എല്ലാ, ഇത് എന്റെ അമ്മയുടെയാണ്, ഈ വസ്ത്രം ഇടുമ്പോൾ അമ്മ എന്റെ കൂടെയുള്ള പോലെ തോന്നുന്നു. മാലാഖ, എനിക്ക് മനസ്സിലായി, ഞാൻ ഇതിൽ നിന്ന് നിറമൊന്ന് മാറ്റി നീല നിറമാക്കി തരാം എന്ന് പറയുന്നു. അങ്ങനെ ആ വസ്ത്രം നീല നിറമാകും. ആ വസ്ത്രത്തിൽ കുറച്ചുകൂടി മോടി പിടിപ്പിക്കുന്നു. അവൾ ആ വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോൾ, ഒന്ന് നിൽക്ക്, ഷൂ ഒന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ഗ്ലാസ് കൊണ്ടുള്ള വളരെ ഭംഗിയുള്ള 2 ഷൂ തരും. എല്ലാ സംശയത്തോടെ, എന്റെ രണ്ടാനമ്മ എന്നെ കണ്ടാൽ എന്ന് ചോദിക്കുമ്പോൾ അവർ 3 പേർക്ക് മാത്രം നീ മറ്റൊരാളെ പോലെ തോന്നും, അതിനുള്ള മായാജാലം ചെയ്തു വിടുന്നു. നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാലാഖ പറയുന്നു. ഈ മായാജാലം രാത്രി 12 മണി വരെ കാണുള്ളൂ, അതിനുള്ളിൽ നീ തീർച്ചയായും തിരികെ എത്തണം. ഇത് കേട്ട എല്ലാ, 12 മണിയല്ലേ എന്ന് ആശ്വസിച്ചു. എന്നിട്ട് അവൾ അവിടെ നിന്നും പോയി. അപ്പോൾ ആ കൊട്ടാരത്തിൽ ആഘോഷത്തിന് വേണ്ടി എല്ലാ ജനങ്ങളും വന്നുകൊണ്ടിരുന്നു. ഇവിടേക്ക് രണ്ടാനമ്മ തന്റെ 2 മക്കളെയും കൂട്ടി കടന്നു വരുന്നു.
വരുന്നുണ്ടായിരുന്നു. രണ്ടാനമ്മ തന്റെ മക്കളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ രാജാവ് കിറ്റിനോട് ഇവരെയാണോ നീ കാത്തിരുന്നതെന്ന് ചോദിച്ച് കളിയാക്കുന്നു. മന്ത്രി മുൻകൂട്ടി കണ്ടുവച്ച ഒരു രാജകുമാരിയെ കൊണ്ടുവരുന്നു. ഇവളായിരിക്കും രാജകുമാരൻ നന്നായി ചേരൂ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അതേസമയം നമ്മുടെ എല്ലാ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. രാജകുമാരൻ ആരുടെ കൂടെ നൃത്തം ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ നിൽക്കുമ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. കൊട്ടാരത്തിലേക്ക് ഒരു സ്വർണ്ണവണ്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കൊട്ടാരം കണ്ട് ഞെട്ടിയല്ല ഞാൻ ഒരു രാജകുമാരിയല്ല എന്ന് പറയുന്നു. ഇത് കേട്ട കാവൽക്കാരനായി ഒന്തു പറയും ഞാനും ഒരു കാവൽക്കാരനല്ല, നമുക്ക് കിട്ടിയ അവസരം നമുക്ക് വിനിയോഗിക്കാം. ഇത് കേട്ട് അവൾ സന്തോഷത്തോടെ കൊട്ടാരത്തിൽ കയറി ചെല്ലുന്നു. അവൾ അകത്തേക്ക് പ്രവേശിച്ചതും എല്ലിയെ കണ്ട് എല്ലാവരും മതിമറന്നു നിന്നുപോയി. എല്ലിയെ കണ്ട സന്തോഷത്തിൽ കിറ്റ് എല്ലിയോട് അടുത്തു വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും നൃത്തം ചെയ്യുന്നു. നമ്മുടെ കിറ്റ് അവിടെ നിന്ന് എല്ലിയെ തനിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. എല്ല ചോദിച്ചു നിങ്ങൾ രാജകുമാരനാണോ? കിറ്റ് പറഞ്ഞു അതെ ഞാൻ രാജകുമാരനാണ്. നിന്നെ ഒരു ജോലിക്കാരിയെ പോലെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് കിറ്റ് പറയുന്നു. അതേസമയം എല്ലിയെ കണ്ടവർ അവൾ ഒരു രാജകുമാരിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അവൾ ഏത് രാജ്യത്തെ രാജകുമാരിയാണെന്ന് അന്വേഷിക്കാൻ പറയുന്നു. മന്ത്രി രാജകുമാരന്റെ കൂട്ടുകാരനോട് ആരാണ് അവളെന്ന് ചോദിക്കുന്നു. ഞാൻ മറ്റൊരു രാജ്യത്തെ രാജാവിനോട് അവരുടെ മകളെ രാജകുമാരനെ വിവാഹം കഴിപ്പിക്കാമെന്ന് വാക്ക്. ഇതെല്ലാം രണ്ടാനമ്മ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം നമ്മുടെ കിറ്റും എല്ലയും പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കിറ്റ് പറഞ്ഞു ഞാൻ ഇപ്പോൾ കൊട്ടാരത്തിനകത്തേക്ക് പോയി എനിക്ക് വേണ്ട രാജകുമാരിയെ കണ്ടെത്തണം, അതിനാണ് ഈ ആഘോഷം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എല്ല പറയുന്നു നിങ്ങളുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടി പെൺകുട്ടിയെ തെരഞ്ഞെടുക്കും, നിങ്ങൾ മനസ്സുകൊണ്ട് അവളെ സ്നേഹിക്കണം. അങ്ങനെ നമ്മുടെ രാജകുമാരൻ ഇതുവരെ ഈ സ്ഥലത്തേക്ക് ഞാൻ ആരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലയെ ഒരു പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഒരു ഊഞ്ഞാലിൽ ഇരുത്തി എല്ലയെ ആട്ടിക്കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു. അപ്പോഴാണ് അവളുടെ കാലിൽ ഇരുന്ന ഒരു ഷൂ അഴിഞ്ഞു വീണത്. രാജകുമാരൻ ആ ഷൂ എടുത്ത് അവളുടെ കാലിൽ അണിഞ്ഞു കൊടുത്തു. ഇപ്പോഴെങ്കിലും പറയൂ നീ ആരാണെന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ ഞാൻ ആ ഉത്തരം പറഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതാകുമെന്ന് എല്ല പറയുന്നു. പെട്ടെന്നാണ് അവൾ അത് കണ്ടത്. സമയം 12 മണിയാകാൻ അടുക്കുന്നു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾ പംകിൻ ഓൺ ദി എലി എന്ന് പിറുപിറുത്ത് ഓടിക്കൊണ്ടിരുന്നു. ഇത് കേട്ട രാജകുമാരൻ ഇവൾ എന്താണ് പറയുന്നത് അറിയാതെ നിന്നുകൊണ്ടിരുന്നു. എന്നിട്ട് രാജകുമാരൻ പിറകിൽ തന്നെ ഓടുന്നുണ്ടായിരുന്നു. നൃത്തം ചെയ്യുന്ന ആളുകൾക്കിടയിലൂടെ ഓടി അവൾ രാജാവിനെ ഇരിക്കും. അവൾ രാജാവിനോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇത്രകാലം കണ്ടതിൽ ധൈര്യം നിറഞ്ഞ ഒരാളാണ് നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞ് അവൾ രാജാവിനോട് പറയുന്നു. അങ്ങനെ അവൾ സ്റ്റെപ്പ് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കല്ല് ഷൂ വീണ്ടും അഴിഞ്ഞു സ്റ്റെപ്പിൽ വീഴുന്നു. അത് തിരിച്ചെടുക്കാൻ പോയപ്പോൾ കിറ്റ് പിന്നിൽ വരുന്നത് കണ്ട് അവൾ അത് എടുക്കാതെ വണ്ടിയിൽ കയറി പോകുന്നു. അപ്പോഴേക്കും ആ ഷൂ കിറ്റ് കയ്യിലെടുത്ത് എന്റെ കുതിരയെ അഴിച്ചുവിടൂ, ഞാൻ അവളെ പിന്തുടർന്ന് പോകണമെന്ന് പറയുന്നു. അപ്പോൾ മന്ത്രി അത് വേണ്ട, മറ്റു രാജ്യങ്ങളുടെ തന്ത്രമായിരിക്കും എന്ന് പറയുന്നു. അവർ അവരുടെ പടയെയും കൂട്ടി അവളുടെ പിന്നിലേക്ക് പോകുന്നു. ഇവർ പോകും തോറും രൂപമാറ്റം സംഭവിച്ച ഓന്ത് വേഗം ഗേറ്റ് അടയ്ക്കുന്നു. അങ്ങനെ 12 മണിയാകുന്നു. അങ്ങനെ അവരെല്ലാരും അവരുടെ പഴയ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. കുറെ കാലത്തിന് ശേഷം അവൾ വളരെ വളരെ സന്തോഷത്തിലാണ്. വീട്ടിൽ തിരിച്ചെത്തിയ രണ്ടാനമ്മയെയും 2 മക്കളെയും പെട്ടെന്ന് വന്ന് ആ യുവതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവളാണ് നമ്മുടെ പ്ലാൻ ഒക്കെ നശിപ്പിച്ചത്. എല്ലയെ തന്നെ കുറിച്ച് പറയുന്ന സന്തോഷത്തിൽ അവൾ ചിരിച്ചുകൊണ്ടിരുന്നു. എല്ല തന്നെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. ഇന്ന് നടന്ന ആഘോഷം വെറുതെയാണ്. രാജകുമാരൻ ആരെയാണ് വിവാഹം കഴിക്കണം എന്നത് ആദ്യം തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രി സംസാരിക്കുന്നത് താൻ കേട്ടു എന്ന് രണ്ടാനമ്മ പറയുന്നു. എല്ല അവളുടെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി എടുത്തു വെച്ചിരുന്ന വസ്തുക്കളുടെ കൂടെ തന്റെ ഈ ഷൂവും എടുത്തു വെക്കുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം സന്തോഷമുള്ളതുകൊണ്ട് അവൾ അത് ഡയറിയിൽ എഴുതി വെക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് രാജാവ് സുഖമില്ലാതെ കിടക്കുന്നതാണ്. അപ്പോൾ കിറ്റ് രാജാവിന്റെ അടുത്തേക്ക് വരുന്നു. രാജാവ് പറയുന്നു മന്ത്രി നോക്കി വെച്ചിരിക്കുന്ന രാജകുമാരിയെ കല്യാണം കഴിച്ചാൽ അവരുടെ പടകൂടി നമ്മളോട് ചേരുമ്പോൾ നമുക്ക് ശക്തി കൂടുമെന്ന് പറയുന്നു. അത് കേട്ട് നീ അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ കിറ്റ് അതിന് മറുപടിയായി നമുക്ക് പടയാളികളെ അല്ല വേണ്ടത്, നമുക്ക് പടയാളികളെ കൂട്ടാൻ വേണ്ടിയല്ല ഞാൻ വിവാഹം കഴിക്കുന്നത്, മറ്റുള്ളവരുടെ സ്നേഹത്തിൽ പെരുമാറിയാൽ നമുക്ക് വേണ്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് രാജകുമാരൻ രാജാവിനോട് പറയുന്നു. ഇത് എല്ലിയുടെ അമ്മ പറയുന്ന വാചകം തന്നെയാണ്. ഞാൻ നിന്നെ ഒരു കൊച്ചു പയ്യനായാണ് കണ്ടത്, നീ ഒത്തിരി വലുതായിരിക്കുന്നു, ഒരു രാജാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും നിനക്ക് ഉണ്ടായിരിക്കുന്നു. രാജാവ് പറയുന്നു നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ തന്നെ നീ വിവാഹം കഴിച്ചോളൂ, നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ കിറ്റ് ചിരിച്ചുകൊണ്ട് അതേ പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ രാജാവ് മരിക്കുന്നു. പിന്നീട് ശേഷം കിറ്റ് രാജാവായി പദവിയേൽക്കുന്നു. കിറ്റിന്റെ പടയാളികൾ മാർക്കറ്റിൽ എത്തിയ ശേഷം അന്ന് വന്ന രാജകുമാരുടെ ഒരു ഷൂ കൊട്ടാരത്തിലുണ്ടെന്നും അവരെയാണ് രാജാവ് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു. അതിന്റെ മറ്റൊരു ഷൂ കൊണ്ടുവന്ന രാജകുമാരനെ കല്യാണം കഴിക്കാമെന്ന് പടയാളികൾ വിളംബരം ചെയ്യുന്നു. അതിന്റെ മറ്റൊരു ഷൂ കൊണ്ടുവന്നാൽ രാജകുമാരനെ കല്യാണം കഴിക്കാമെന്ന് പടയാളികൾ വിളംബരം ചെയ്യുന്നു. എല്ലാ സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഷൂ ആ പെട്ടിയിൽ തപ്പി നോക്കിയപ്പോൾ ഷൂ അതിൽ കാണാനില്ല. അവളുടെ രണ്ടാനമ്മ ആ ഷൂവും എടുത്ത് ആ ഡയറി വായിച്ചിരുന്നു. എന്നിട്ട് അവളെ വഴക്ക് പറയുന്നു. നിനക്ക് രാജകുമാരനെ തന്നെ വരനായി വേണമല്ലേ, നീ ഈ ഷൂ മറന്നേക്ക്, എന്റെ 2 മക്കളിൽ ആരെങ്കിലും ഒരാളെ രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചോളാം എന്ന് പറയുന്നു. ഇത് കേട്ട എല്ലാ നിങ്ങളുടെ ചതിയിൽ എന്റെ അച്ഛൻ വീണതുപോലെ രാജാവും ഈ രാജ്യവും വീഴാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അവൾ എതിർത്ത് സംസാരിക്കുന്ന കേട്ട രണ്ടാനമ്മ ദേഷ്യത്തോടെ ആ ഷൂ പൊട്ടിച്ചു കളയുന്നു. എല്ലാം ചോദിക്കുന്നു ഞാൻ ഇന്നുവരെ നിങ്ങളോട്
നിങ്ങളോട് സ്നേഹത്തോടെ അല്ലേ പെരുമാറിയിരിക്കുന്നത്? നിങ്ങൾ എന്നോട് എന്തിനാണ് ഇത്ര ദേഷ്യത്തോടെ പെരുമാറുന്നത് എന്ന് അവൾ രണ്ടാനമ്മയോട് ചോദിക്കുന്നു. നീ നല്ലവളാണ്, ഞാൻ നല്ലവളല്ല എന്ന് പറഞ്ഞ് അവളെ റൂമിൽ പൂട്ടിയിടുന്നു. അങ്ങനെ രണ്ടാനമ്മ ആ പൊട്ടിയ ഷൂ ഗ്ലാസിന്റെ ഒരു പീസും കൊണ്ട് മന്ത്രിയെ കാണാൻ പോകുന്നു. ഈ ഷൂ ഇട്ട് വന്നത് അന്ന് എന്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. ഈ സത്യം എനിക്കും നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്ന് പറയുന്നു. ഞാൻ ഈ കാര്യം പുറത്തു പറയില്ല. നിങ്ങൾ ആ രാജാവിന് കൊടുത്ത വാക്കു പാലിക്കാം. പകരമായി എനിക്ക് നിങ്ങളുടെ കൊട്ടാരത്തിൽ ഒരു പദവിയും എന്റെ മക്കളെ നിങ്ങളുടെ കൊട്ടാരത്തിലുള്ളവരിൽ വിവാഹം കഴിപ്പിക്കുകയും വേണം. മന്ത്രി ഈ ഡീലിന് സമ്മതിക്കുന്നു. മന്ത്രി ആ ഗ്ലാസ് പീസ് എടുത്ത് രാജാവിന് കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇത് വഴിയരികിൽ നിന്ന് കിട്ടിയതാണ്. ഇതിന്റെ ഉടമയെ കുറിച്ച് യാതൊരു വിവരമില്ല എന്ന് പറയുന്നു. അത് കേട്ട് കിറ്റ് നിങ്ങൾ എല്ലാ സ്ഥലവും അന്വേഷിച്ചോ എന്ന് ചോദിക്കുന്നു. അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് കിറ്റ് പറയുന്നു. ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്ന് മന്ത്രി പറയുന്നു. യാതൊരു മാർഗമില്ലാത്തതുകൊണ്ട് രാജാവും സമ്മതിക്കേണ്ടി വന്നു. നിങ്ങൾ എല്ലാവരും പരിശോധിക്കണമെന്ന് രാജാവ് പറയുന്നു. അതിനുശേഷം ഷൂ എടുത്ത് നാട്ടിലുള്ള കല്യാണപ്രായമായ എല്ലാ പെൺകുട്ടികൾക്കും പരിശോധിച്ചു നോക്കി. പണക്കാര് മുതൽ ജോലിക്കാർ വരെ എല്ലാവരെയും പരിശോധിച്ചു. എല്ലാവരും ഷൂ പാകമാകണേ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും പരിശോധന കഴിഞ്ഞ് എല്ലയുടെ വീട്ടിലേക്ക് വരുന്നു. എല്ലയുടെ സഹോദരിമാർക്ക് ഇട്ടു നോക്കുമ്പോൾ അവർ എത്ര ശ്രമിച്ചിട്ടും പാകമാകുന്നില്ല. പക്ഷികൾ കൊട്ടാരത്തിൽ നിന്നും ആളുകൾ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് എലികളോട് പറയുന്നു. എല്ലാ വിഷമത്തിലാണെങ്കിലും കിറ്റിന്റെ കൂടെ നൃത്തം ചെയ്ത് ആ നിമിഷത്തെ ആലോചിച്ച് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കിറ്റിനെ ആലോചിച്ച് അവൾ പാട്ടുപാടി നൃത്തം ചെയ്യുകയായിരുന്നു. അപ്പോൾ എലികൾ ജനലിലെ വാതിൽ തുറന്നു. അങ്ങനെ അവൾ പാടുന്ന പാട്ട് പുറത്തേക്ക് കേട്ടു. പടയാളികൾ ഈ ഷൂ നിങ്ങളുടെ മക്കൾക്ക് പാകമാകുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ പടത്തലവൻ പാട്ട് പാടുന്നത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, രണ്ടാനമ്മ ഇവരല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുന്നു. അപ്പോൾ മന്ത്രിയും എനിക്കൊരു ശബ്ദം കേട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ കൊട്ടാരത്തിൽ നിന്ന് വന്ന പടയാളികളുടെ കൂട്ടത്തിൽ പടയാളിയുടെ വേഷം ധരിച്ച നമ്മുടെ കിറ്റും അവിടെ എത്തിയിരുന്നു. ആ ഷൂ ഇല്ലാതെ തന്നെ എല്ലയെ എനിക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു. എല്ലയുടെ വീട്ടിനകത്ത് ചെന്ന് പടത്തലവൻ നിങ്ങളെ രാജാവ് വിളിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ രണ്ടാനമ്മ രാജാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞാലും ഇവളെ വിടാൻ പറ്റില്ല. ഇത് കേട്ടോ വികാരഭരിതയായ എല്ല നിങ്ങൾക്ക് ഒരിക്കലും നിന്റെ അമ്മയാകാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒരുക്കങ്ങളോ ചമയങ്ങളോ ഇല്ലാതെ സ്നേഹത്തോടെയും ധൈര്യത്തോടെയും എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവൾ താഴേക്ക് ഇറങ്ങി വരുന്നു. എല്ലയെ കണ്ട കിറ്റ് നീ ആരാണെന്ന് ചോദിക്കുന്നു. ഞാൻ സിൻഡ്രല്ല. എനിക്ക് നല്ല വസ്ത്രമില്ല, വണ്ടിയുമില്ല, കുതിരയുമില്ല, കാവലാളികളുമില്ല, അച്ഛനും അമ്മയുമില്ല, നിങ്ങൾക്ക് തരാൻ സമ്പാദ്യവുമില്ല. എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ നിന്നെ സ്വീകരിക്കും, നീ സമ്മതിച്ചാൽ. ഇത് കേട്ട് അവൾ ചിരിക്കുന്നത് കണ്ട് അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന രണ്ടാനമ്മയോട് എല്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞ രാജാവ് രണ്ടാനമ്മയെയും മക്കളെയും മന്ത്രിയെയും നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് കൊട്ടാരത്തിൽ വെച്ച് അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ അവരുടെ ഭരണത്തിൽ രാജ്യത്തിലെ ജനങ്ങളും സന്തോഷത്തിലാകുന്നു. അപ്പോഴേക്കും സിൻഡ്രല ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നു. ധൈര്യവും സ്നേഹവും ഒരിക്കലും ആർക്കും വേണ്ടി കൈവിടരുത് എന്ന്. നിങ്ങൾക്ക് എന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.